ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടോ സാരാമില്ലെന്നോതിടും താൻമാർവിലെന്നെ ചേർത്തിടും. സാരാമില്ലെന്നോതിടും താൻമാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ തമ്പുരാൻ്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. തമ്പുരാൻ്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല പ്രഭാതം മുതൽ ഇതുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ദുഃഖകരമായ അവസ്ഥകളിൽ കൂടിയൊക്കെ അടിയങ്ങൾ കടന്നു പോവുക കർത്താവേ. അപ്പം കഴിഞ്ഞ സന്ധ്യയുടെ ആമത്തിൽ ഹല്ലേലൂയ കർത്താവേ, കിടന്നുറങ്ങി അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ഈ പ്രഭാതം കാണുവാൻ പാടില്ലാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാ പാഠ്യങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ കരയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിലാ കർത്താവേ ഞങ്ങളായിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്കൊന്നും പുകഴുവാനും പ്രശംസിപ്പാനും ഇല്ല കർത്താവേ. ഞങ്ങളെ സമ്പൂർണ്ണമായി അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക കർത്താവേ. അപ്പാ, ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ സ്വർഗം കടന്നു ചെല്ലണമേ അപ്പാ. എൻ്റെ അപ്പനോട് ഉള്ളതുപോലെ കാണുന്ന കർത്താവാണല്ലോ അപ്പാ. നീ അവിടെ ഇറങ്ങണമേ, പ്രവർത്തിക്കണമേ അപ്പാ. ശേഷിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിൽ കരയുന്ന ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നടത്തിക്കാട്ടപ്പാ. ഞങ്ങൾക്കൊന്നും ഒരു നിശ്ചയമില്ല കർത്താവേ. എന്ത് സംഭവിക്കും, എങ്ങനെയായി തീരുമെന്നൊന്നും ഞങ്ങൾക്കൊരു നിശ്ചയമില്ലപ്പാ. എന്നാൽ എല്ലാം എൻ്റെ കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുതെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ ഇഷ്ടം ഹല്ലേലൂയ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ശേഷിക്കുന്ന ആയുസ്സും ആരോഗ്യം കർത്താവിനോട് കൂടെയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ വേരൂന്നി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രികാലം ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും അപ്പനെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിട്ടുവയ്ക്കുമാറാകണം. ആ തങ്ക ചെറുകടിക്കുള്ളി ഞങ്ങളെല്ലാം മറയ്ക്കുമാറാകണം അപ്പാ. ഹല്ലേലൂയ കർത്താവേ, എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്നും വിട്ടുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ അവിടുന്ന് അവിടെ ഹല്ലേലൂയ കർത്താവ് ഓരോ ഇടങ്ങളിലും എൻ്റെ കർത്താവ് വേലി കെട്ടി സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണു നനയാൻ സമ്മതിക്കല്ലേ അപ്പാ. സ്തോത്രം. കഷ്ടമനുഭവിപ്പാൻ, വേദനിക്കുവാൻ അനുവദിക്കല്ലേ. ആരും ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാപ്പാ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയത്തില്ല. അപ്പൻ്റെ ഹിതം മാത്രം നിറവേറട്ടെ, അപ്പൻ്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഈ രാത്രികാലം. ഹല്ലേലൂയ. സമാധാനത്തോട് ഉറങ്ങുവാൻ സഹായിക്കണമേ. സ്വർഗത്തിലെ കാഴ്ച കണ്ടുണരുവാൻ ഇടയാക്കണമേ അപ്പാ. അപ്പാ, നിൻ്റെ ഹല്ലേലൂയ മഹത്വമേറിയ ഹല്ലേലൂയ സ്നേഹം അനുഭവിച്ചു കൊണ്ട്, ആ കരുതലും സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട് ഈ രാത്രികാലം ഞങ്ങൾക്ക് ആയിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ.
വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലെ മഴയുടെ ആധിക്യം മൂലം ഹാലലി അനേകാര്യങ്ങൾ കഷ്ടം അനുഭവിക്കുന്നല്ലോ കർത്താവേ. ഹാലലുയ്യ കർത്താവേ, നിങ്ങൾക്ക് ഇത്രത്തോളം സൗഖ്യവും സമാധാനവും സംതൃപ്തിയും തന്ന് നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യം ഒന്നുമല്ലപ്പാ, ഞങ്ങളുടെ നന്മയും പുണ്യപ്രവൃത്തി ഒന്നുമല്ല കർത്താവേ, വിലയേറിയ കരുതലും സ്നേഹവും ഒന്നും മാത്രമാപ്പാ. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക, ഒന്നും പുകഴുവാനും പ്രശംസിപ്പാനും ഇല്ലപ്പാ. സ്തോത്രം, ഹല്ലേലൂയ. സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, എവിടുത്തെ കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കരുതലിനും സ്നേഹത്തിനുമായിട്ട് നന്ദി പറയുന്ന കർത്താവ്. പിന്നെ മടിയങ്ങളെ രാത്രികാലം സൂക്ഷിക്കണം. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിലും സർവശക്തിയുടെ നിഴലും കീഴിലും ആയിരിക്കട്ടെ. ഞങ്ങളുടെ ദേശത്തെ സൂക്ഷിക്കണമേ, ഞങ്ങളുടെ അയൽകുടുംബങ്ങളെ സൂക്ഷിക്കണേ, സഹോദരങ്ങളെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും സ്വർഗം പരിപാലിക്കണമേ കർത്താവ്. ഈ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത പൊന്നുകാരൻ ചാർത്ത് പിടിച്ച് ഞങ്ങളെ അതിശയമായി നടത്തണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ശേഷിക്കുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി മാത്രമായിരിക്കാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കുമാറാകണം. എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു അവിടുത്തെ കൃപയും സമാധാനവും സന്തോഷവും സൗഖ്യവും സമൃദ്ധിയും ഞങ്ങൾക്ക് തന്നാട്ട്. പലവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഭവനങ്ങളിലും ആശുപത്രി മുറികളിലും ഒക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ICUയിലും CCയിലും ഒക്കെ കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ. വെന്റിലേറ്ററായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നു. അപ്പാ, പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങിപ്പോവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഓരോ മക്കളെയും സൂക്ഷിച്ച് പരിപാലിക്കണം. അവിടുത്തെ കൃപയിലും സമാധാനത്തിലും ഞങ്ങളെ സൂക്ഷിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.